ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ എന്താ ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു ടിപ്സ് കാണിക്കാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ടിപ്സ് ടിപ്സ് പറയാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ താമരയുടെ ചെടി നിങ്ങൾ കണ്ടില്ലേ, വെള്ളത്തിൽ ഫുള്ളായിട്ട് ഈ വോംസ്, അതായത് ഒരു പുഴു മാതിരി ഇത് വന്നിരുന്നു, നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ആകെ ടെൻഷനായി. ഒക്കെ ഇങ്ങനെ കരിഞ്ഞ് ഒരുമാതിരിയായി, ഇലയൊക്കെ കരിഞ്ഞു പോയി. അപ്പോൾ ഞാൻ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ അപ്പോഴേക്ക് ഒരു ഐഡിയ തോന്നി. ഇതിൽ ഏതെങ്കിലും ഒരു മരുന്ന് ഇടണം എന്നൊക്കെ യൂട്യൂബിൽ നിറയെ വീഡിയോ ഒക്കെ കണ്ടു. പക്ഷേ ഒക്കെ ഫെർട്ടിലൈസർ ഇതൊക്കെ യൂസ് ചെയ്യേണ്ടത്, അപ്പോൾ അതൊന്നും നമുക്ക് സെറ്റാവില്ല. അപ്പോൾ ഞാൻ അതിന് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത ടിപ്സ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മളെ വേപ്പെണ്ണ ഉണ്ടല്ലോ, ആ വേപ്പെണ്ണ ഒരു 2 അടപ്പ് വേപ്പെണ്ണ, ചെറിയ ബോട്ടിൽ 2 അടപ്പ് വേപ്പെണ്ണ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിലൊഴിച്ച് വെച്ചു. ഈ വെള്ളത്തിൻ്റെ കൂടത്തിൽ ഒഴിച്ച് വെച്ചു. ഇപ്പോൾ ഇതിൽ വേപ്പെണ്ണ ഉണ്ട്, ഇപ്പോൾ വേപ്പെണ്ണയുടെ അംശമുണ്ട്, ഇതിലൊഴിച്ച് വെച്ചു എന്ന് മാത്രമല്ല 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒക്കെ മേലെ അങ്ങനെ ചത്ത് പൊങ്ങി, ആ പുഴുവൊക്കെ ചത്ത് പൊങ്ങിയപ്പോൾ ഞാൻ ആ വെള്ളമൊക്കെ എടുത്ത് മാറ്റി വേറെ വെള്ളം ഒഴിച്ചു കൊടുത്തതാണ് ഇത്. ഇപ്പോൾ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എല്ലാ ഇതും പോയി. ഇപ്പോൾ ഇതിന് വെയിൽ കാരണം വെള്ളം കമ്മിയായിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിന് അതിൽ പുഴുവൊക്കെ പോയിട്ട് ഒരു പുഴു കൂടി ഇപ്പം ഇല്ല. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. പിന്നെ ഇങ്ങനെ നിങ്ങൾക്കൊക്കെ വല്ല ചെടിൻ്റെ ഉള്ളിൽ വല്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് പറയണം. എനിക്ക് സക്സസ് ആയിട്ടുണ്ട് ഈ ഒരു കാര്യം. ഈ വിരൽ മാതകം തുടങ്ങിയത് അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ വന്നൊരു ഇലയാണിത് ഇട്ടു. എന്നിട്ട് ഇലയൊക്കെ ഇങ്ങനെ ഒരുമാതിരി, പക്ഷേ അതിന് ശേഷം വന്നാൽ ഈ നല്ല നല്ല പുതിയ ഇല കണ്ടില്ലേ, ഇതൊക്കെ അതിന് ശേഷം വന്നതാണ്. ഇതിനൊന്നും ഒരു കേടുമില്ല കണ്ടില്ലേ, നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഈ ഫെർട്ടിലൈസറും അതും ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം വേപ്പെണ്ണ അതേപോലെ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതിലൊഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കണം. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി എന്ന് പറയണം, വേറെ ഒന്നുമല്ല. അപ്പോൾ എൻ്റെ ഈ ഒരു ടിപ്സ് നിങ്ങൾക്കൊക്കെ യൂസ് ആവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ യൂട്യൂബിൽ നോക്കുമ്പോൾ ഞാൻ നിറയെ വീഡിയോ എനിക്കിത് ഞാനിത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാഞ്ഞിട്ട് ഞാനും കുറേ ശ്രമിച്ചു കിട്ടും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാഞ്ഞിട്ട് ഓരോന്ന് ആലോചിച്ചുകൊണ്ടേ ഇരുന്നു എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ നിറയെ മരുന്നും അതിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടാൽ മതി എന്നൊക്കെ പറയണത്. പക്ഷേ നമുക്കിപ്പോൾ അതൊക്കെ പോയി വാങ്ങി അത് യൂസ് ചെയ്യാനൊക്കെ ഒരു പേടിയുണ്ട്. കാരണം ഇത് എന്തെങ്കിലും നാശമായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം ഇതിനെ വളർത്തി ഉണ്ടാക്കാൻ പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പരീക്ഷണം നടത്തിയതാണ് ഈ വേപ്പെണ്ണയിൽ. അത് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവർക്കും എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് നിർത്തുകയാണ്. ഓക്കെ, ബൈ, താങ്ക് യു.